അതെ ഇവിടെ വന്നപ്പോ എനിക്ക് ഊട്ടിപ്പൂ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇനി കൊറേ കാണാറുണ്ടല്ലേ. താങ്ക് യു മകനെ. ബാക്കി ഊട്ടിയെ കുറിച്ച് 2 വാക്കുകൾ. നല്ലൊരു സ്ഥലമാണ്. ഞാൻ മന്ദാകിനിയിലാണ് ആദ്യമായിട്ട് ഊട്ടി പോകുന്ന കേൾക്കുന്നത്. അതിന് ശേഷം എന്താ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ആ മന്ദാകിനി ശിവജ അതേ പൂ തന്നെ ഇവിടെ കൊടുന്നു. കിട്ടിയാ എന്താണ് വിശേഷം? ചേച്ചി പുതിയ സിനിമ പാലും പഴവും. അതെ അത് പിടിച്ചോ. JCB ഇല്ലേ? ജോക്കുണ്ട് സുഖാണോ? പഠിത്തൊക്കെ ഇങ്ങനെ പോണു ജോക്കുട്ടുണ്ടേ? അത് മാത്രം പറയാം വെച്ചിട്ട് പോവും. വരുമ്പോ ചെലവീണേ ഒട്ടും കൂടില്ല. 1ാം ക്ലാസ് തന്നെ മതിയായിരുന്നോ? ഒട്ടും കൂടില്ല ജോക്കുട്ടാ. 1ാം ക്ലാസ് തന്നെ മതിയായിരുന്നോ? അന്വേഷിച്ചായിരുന്നു കേട്ടാ. പറഞ്ഞായിരുന്നോ? ആൾക്കാർ ഫോട്ടോ എടുക്കില്ല.
മഞ്ഞയും പയറൊക്കെ ഇവിടെ ഓണാവുണ്ട്. ഇവിടെ എല്ലാ ദിവസവും അതൊക്കെ കോമൺ ആണ്. നമുക്ക് സണ്ണിച്ചൻ കോഴിക്കോടൻ ഹൽവ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അമ്മച്ചി എനിക്ക് ചക്കവറുത്ത് ഇവിടെ അപ്പം അമ്മച്ചി ചക്കവറുത്ത് കൊണ്ടിട്ടുണ്ട്. ഹൽവയും കൂടെ ഇത് മുറിക്കണമെന്നുണ്ട്. പക്ഷെ ചായ കുടിക്കുന്നു. ചായ തിളച്ചിട്ടില്ല. ഞാനും കൂടെ സെറ്റ് സാരി കൊടുക്കണല്ലേ? ഉണ്ടോ? സെറ്റ് സാരി ഉണ്ടോ? ഇല്ല, മമ്മിയുടെ ഉണ്ട്. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ മമ്മിയുടെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അമ്മച്ചി ഓണം വൈബിലാണ് ഇപ്പം. ഇതെന്നെ മുഖം വെയിലത്ത് പോയിട്ട് സൺബേൺ അടിച്ചത്. ഇഞ്ചി അമ്മച്ചി റെഡി ആയിട്ട് നിൽക്കുക ഇഞ്ചി കഴിയാൻ. ഒരാഴ്ചയായി പറഞ്ഞു ഇന്ത്യൻ മുളി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട്. ചുമ്മാണത്. ഞാൻ ഇന്ന് കാലത്തും കൂടെ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് കുറെ ദിവസമായി പുളിഞ്ചി ഉണ്ടാക്കിയിട്ട്. അപ്പൊ അമ്മച്ചിയുടെ അമ്മയുടെ ഫേവറേറ്റാ പുളിഞ്ചി. മുത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഭയങ്കര ടൈറ്റാണ് മുറിക്കാനായിട്ട്. ഞാൻ എന്റെ കത്തിയുടെ കുഴപ്പമില്ല. മകനീ പകലിൻ വാതിൽ തുറന്നേ. എങ്ങനെയുണ്ടല്ലോ? സൂപ്പർ. പൊള്ളാച്ചി അലോ സാപ്പിട്. ഈ കറുത്തലോ ഇഷ്ടം? ഇഷ്ടമുണ്ടല്ലേ? പച്ച ഇഷ്ടം. പച്ച അയ്യോ എരിവുള്ള കറുത്തലുവല്ല, പച്ച കാന്താരി അലുവ. എരിവുള്ളത് മഞ്ഞ പച്ച ടേസ്റ്റ് ഉണ്ട്. അമ്മച്ചി എങ്ങനെയാ? കൂട്ടങ്ങളെല്ലാം ശരിയായെങ്കിൽ തന്നെ മനസ്സ് തുറന്നിട്ടും സൂപ്പർ അല്ലേ? ഇവിടെ നമ്മൾ ബിരിയാണി കഴിച്ച് ഹാപ്പിയായി.
വാ പോവാം. സ്ട്രോങ് ഗേൾ. ഞങ്ങള് തന്നെയാ പറഞ്ഞത്. കൊരട്ടി ബുദ്ധിയുടെ അനുഗ്രഹം മേടിക്കില്ല. എന്താ സണ്ണിച്ചൻ അനുഗ്രഹം മേടിക്കാൻ പോണു. എന്നാ അമ്മച്ച അനുഗ്രഹം മേടിക്കാം. ഞാൻ വീഡിയോ എടുക്കട്ടെ. അനുഗ്രഹിക്കൂ. അയ്യോ അമ്മച്ച ഫ്ലോയില് പോയത്. ഓ വാവ്. ആരാ നീ എവിടെ പോയി? ഇവിടെ ആശ എവിടെ പോയി? ശരിയാ, ഞാൻ ഏറ്റവും മുന്നിൽ. ബൈ. അപ്പച്ചന് ക്യാമറയിലേക്ക് നോക്കാറിയാ. ബൈ. ബാക്കി എല്ലാരും എന്റെ മുഖത്ത് നോക്കുമ്പോ അപ്പച്ചൻ കറക്റ്റ് ക്യാമറ അടുത്ത ഫോൺ ഇവിടെ വെച്ചിട്ട് പോയാ എടുത്തില്ലേ? പെണ്ണുങ്ങളുടെയാ അങ്ങനെയൊന്നുമില്ല. ആർക്കുണ്ട് ഇങ്ങനത്തെ നല്ല കവറ്? ആൾക്കാർ കളിയാക്കും. ഞങ്ങൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതാണ് അങ്ങനെ വേണം. അല്ലാണ്ടൊരു ഇതുപോലെ bye. Dijani bye. Ashley, Ali. എന്നാൽ എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിരിയാണി ചിക്കൻ. അയ്യോ സർലാസ്. ഓക്കെ അമ്മ ബിരിയാണി കഴിക്കില്ല. അത് അമ്മയുടെ ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. ബിരിയാണിയൊക്കെ ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ല. മമ്മിക്ക് സദ്യ തന്നെയാണ് ഇഷ്ടം. ആണോ? അല്ല ബിരിയാണിയൊക്കെ നമ്മൾ ലൈഫിൽ ഒരിക്കലും കഴിക്കണ്ടല്ലേ അല്ലേ മമ്മി? മമ്മി സദ്യയും ബിരിയാണി ഉണ്ടെങ്കിൽ സദ്യ കഴിക്കുള്ളൂ. നല്ല ആളോടാ ചോദിച്ചത്. കുറച്ച് ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കുമോ, ദൈവം എത്ര കാലമായി ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്താ നടക്കാത്തേ എന്ന്. പിന്നെ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ പണ്ട് പല കാര്യങ്ങളും പ്രാർത്ഥിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഉണ്ട്. അപ്പോൾ ഒന്നാലോചിക്കുമ്പോൾ ദൈവത്തിന് നമുക്കെപ്പോൾ ഏത് കാര്യം ഏത് ടൈമിൽ റൈറ്റ് മൊമെൻറ്റ് ഹി നോസ് ഇറ്റ്.
അപ്പം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. അതിന് തക്കതായിട്ടുള്ളൊരു സമയം ദൈവം കണ്ടിട്ടുണ്ടാവും. ആ സമയത്താണ് ദൈവം അത് തരുള്ളൂ. സോ ട്രസ്റ്റ് ഹിസ് ടൈമിങ്. ഇപ്പൊ എത്രാമത്തെ ദിവസമായി? ഇത് 3-ാമത്തെ ദിവസമല്ലേ ഇത് കൊണ്ടുവന്നിട്ട് പൂ കൊണ്ടിട്ട്? 3-ാമത്തെ ദിവസമായിട്ടും വാടിയിട്ടില്ല. അപ്പം നമുക്കിതിൻ്റെ വെള്ളം മാറ്റാം. ഇതിൻ്റെ ടെക്സ്ചറിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ 5 ദിവസത്തിന് ശേഷം ഇതിങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, വാടിയിട്ടില്ല. ഇവിടെ കുറച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്, എന്നാലും ഇവിടെ ഇതിൻ്റെ മഞ്ഞപ്പൂ. ഓക്കെ, ഇത് നമ്മൾ റീജാൻറ്റി കൊണ്ടുവന്നാണ് ഊട്ടിപ്പൂ. ഇപ്പം കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് 3-ാമത്തെ ദിവസമാണ്. എന്നിട്ട് ഇത് വാടിയിട്ടില്ല, വെള്ളത്തിലിട്ട് വെച്ചേക്കന്നെ. ഓക്കെ, മന്ദാകിനി സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഊട്ടിപ്പൂന്ന് കേട്ടത്. അപ്പം ഞാൻ ഇത് എന്ത് പോവാ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതാ സംഭവം കയ്യിൽ കിട്ടി. അതിനകത്ത് കേട്ടപ്പോഴൊന്നേ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഏതാണ് ഈ ഊട്ടിപ്പൂ എന്ന്. പക്ഷെ പിന്നെ ഞാൻ എന്തോ മടി പിടിച്ചിട്ട് നോക്കിയില്ല തോന്നുന്നു. പിന്നെന്തോ ഞാൻ നോക്കിയില്ല. പക്ഷെ അവർ തന്നപ്പോൾ ഇത് കൊണ്ടുവന്നു. ലീജൻഡിയുടെ പപ്പ ഊട്ടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അവരിങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ കൈ തന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അയ്യോ, നമുക്ക് ഓണത്തിന് അങ്ങോട്ട് കൊടുക്കാം എന്തെങ്കിലും ഫ്ലവറായി. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊണ്ടു തന്നു. പക്ഷേ വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. I was so excited. Okay. Are we the only ones that feel like we were made to be stars, born with a spark?